നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിൽ നിന്നും ഒരു ചെറിയ മാറ്റം വരുത്തി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കുതിരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആകും. എന്നിട്ട് അതിലോട്ട് കറാമ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുറച്ച് മറ്റേ പെരുംജീരകം അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ചുവന്നുള്ളി, നമ്മുടെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ചുവന്നുള്ളി ഞാൻ അങ്ങനെ തന്നെ ഇട്ടിരിക്കാം കേട്ടോ. അത് മുറിച്ച് ചെറുതാക്കിയിട്ടൊന്നുമില്ല. എന്നിട്ട് അതിലോട്ടൊരു വലിയ സവാള അരിഞ്ഞതും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് വഴന്ന് വരണം. സവാള എല്ലാം നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതങ്ങനെ വഴറ്റാൻ വെച്ച സമയം കൊണ്ട് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ കുരുമുളകൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് നടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷം അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചക്കൊത്തൊക്കെ ഒന്ന് പോയി വരട്ടെ. എന്നിട്ട് അതിലോട്ട് ഇതൊരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഞാൻ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ട്ടോ. അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അതിലോട്ട് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇത്രയും പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ അടിച്ചെടുത്തപ്പോൾ ഒന്ന് കൂടുതലായിപ്പോയി. ജസ്റ്റ് ഒന്ന് കടിക്കണ രീതിയിൽ അധികം കടിക്കുന്നതല്ലാണ്ട് ഉദ്ദേശിച്ചത് കുറച്ചൊന്ന് ഒന്ന് ക്രഷാക്കി എടുക്കണത് നല്ലത് ട്ടോ. ഇത് കുറച്ച് ഏറിപ്പോയി. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് അതിലോട്ട് ചിക്കൻ അത് ഇട്ടതിന് ശേഷം എല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നമ്മൾ സാധാരണ കഴിക്കുന്നതിലും ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളമാക്കുന്നില്ല ഞാനിത്, കാരണം ഇത് ഒരു കുറുകിയ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കറി പോലെ അത്രയും ലൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാനൊരു പച്ചമുളക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നീളത്തിൽ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി. അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. കുരുമുളക് ചിക്കൻ റെസിപ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ.